ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് വഴുതനങ്ങ മെഴുക്കുവരട്ടി തയ്യാറാക്കിയെടുക്കാം. ഒരു തരി പോലും കുഴഞ്ഞു പോകാതെ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിവിടെ 1/2 കിലോ വഴുതനങ്ങയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വഴുതനങ്ങ നല്ലവണ്ണം കഴുകിയിട്ട് അല്പം കനം കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. വഴുതനങ്ങ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ പിന്നീട് കഴുകിയെടുക്കരുത്. കഷ്ണങ്ങളാക്കിയ വഴുതനങ്ങയിലേക്ക് കറ വരാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പോൾ അതിന്റെ സ്വാദ് കൂട്ടുന്നതിനായിട്ട് കൊച്ചുള്ളി കൂടുതൽ അളവിൽ ചേർക്കുക. അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ പാചകം ചെയ്തെടുക്കാവുന്നതുമാണ്. ഇനിയിപ്പോൾ വഴറ്റുന്ന ചേരുവകള് ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 സ്പൂൺ അളവില് ചതച്ച മുളക് ചേർക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് ഇതെല്ലാം ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതെല്ലാം നല്ലതായിട്ട് തന്നെ മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ടുള്ള വഴുതനങ്ങ ചേർക്കാം. വഴുതനങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. ഉള്ളിയും മുളകും ഒക്കെ വഴുതനങ്ങയിലേക്ക് നല്ലോണം തന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കഷ്ണങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പാനിന്റെ ആ ഒരു നടുഭാഗത്തേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളവും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ചാണ് കഷ്ണങ്ങൾ വേവിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കഷ്ണങ്ങൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ഒരു തരി പോലും കുഴയാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു 15 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദേറിയ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.